Good morning, all. Good morning. ഗുഡ് മോർണിംഗ്. Thank you. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് ഫാത്തിമ റിഷാന മാം ആണ്. മാം സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ആണ്, മെന്റൽ വെൽനസ് ട്രെയിനർ ആണ്. മാം നമ്മൾക്ക് മോർണിംഗ് സർക്കിളിൽ കുറേ നാൾ മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ടൈം ആണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് എവ്രി വൺ. Good morning. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. കേൾക്കാം മാം. ഓക്കെ ഫൈൻ. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. സോ ഇന്നത്തെ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ സെയിങ് നോ, അതായത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് നോ എന്ന ഒരു കാര്യത്തിനോട് നമ്മൾ പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ ലൈഫിൽ പല ഘട്ടത്തിലും നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ് എന്താ നോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്നിട്ടുള്ള അനുഭവങ്ങളിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസുകളിലാവാം, എവിടെയാണെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യു വാണ്ട് ടു സേ നോ ഫോർ ദാറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനോട് നിങ്ങൾക്ക് നോ എന്ന് പറയണം എന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യോ എന്ന് വേണ്ടി ചോദിക്കുന്ന സമയത്ത് പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കണ്ടിട്ട് നമ്മൾ നോ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യാതെ അതിന് പകരം ഓക്കെ ഫൈൻ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഇറ്റ്സ് ലൈക്ക് ഇപ്പോ എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ചെയ്യാൻ പറയുന്ന സമയത്ത് മേ ബി നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സോ നൈബേഴ്സോ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മൾ മേ ബി അതിന് ഓക്കെ ആകണം എന്നില്ല. ചിലപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ ആ സമയത്താണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഇവരോട് നോ പറയാ, അല്ലെങ്കിൽ അത് പറ്റൂല എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. അതിന് പ്രായം ഒരു പ്രശ്നമല്ല, സാഹചര്യങ്ങൾ ഒരു പ്രശ്നമല്ല, നമ്മളുടെ ജീവിത രീതികളൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ പല സിറ്റുവേഷൻസിലും പല സാഹചര്യങ്ങളും പല സമയത്ത് നമ്മൾ മടിച്ചു നിൽക്കുകയാണ് ഒരു വ്യക്തിനോട്, അല്ലെങ്കിൽ നമ്മളുടെ അപ്പുറത്തുള്ള ഒരാളോട് അയ്യോ നോ എങ്ങനെ പറയാം, അത് മോശമല്ലേ എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഞാൻ സംസാരിക്കണുള്ളൂ. പക്ഷെ അതിനു മുമ്പ് താങ്ക്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി, ബിക്കോസ് കഴിഞ്ഞ കൊല്ലം 2025 ഞാൻ ആദ്യമായിട്ടൊരു ടോപ്പിക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പൊ ഞാൻ സെക്കൻഡ് ടൈം ആണ് ഇതിൽ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 year ആവാനായി ഇത് നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് എത്തിയ സമയത്ത്. ദെൻ ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ആയിട്ട്. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എവിടേക്കോ ഈ ഒരു വേദിക്ക് അല്ലെങ്കിൽ ഈ ഒരു സെഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഹെൽപ്പ് ടു ഇംപ്രൂവ് മൈ കോൺഫിഡൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കുക, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് കമ്മിങ് ബാക്ക് ടു ടോപ്പിക്, എന്തുകൊണ്ടാണ് നമ്മൾ വേണ്ട അല്ലെങ്കിൽ പറ്റൂല അല്ലെങ്കിൽ പറ്റില്ല ഒരു നോ പറയാനുള്ള റീസൺസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു പോവോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മൾ അവരെ കാണാ എന്നുള്ളത് ഒരു പോയിന്റ് ആണ്. പിന്നീട് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ വർക്കിംഗ് സ്പേസിലൊക്കെ ആണെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അതായത് രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് വാല്യൂസിൽ ഡിഫറൻസസ് ഉണ്ടാവുക. സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ അവരുമായിട്ടൊരു നെഗറ്റീവ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോകുക എന്നുള്ളൊരു ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് നമുക്ക് അവിടെ ഉണ്ടാവും. പിന്നെ ഗിൽറ്റി ഫീലാ, ലൈക്ക് എന്താ അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്ത മോശമാണോ തെറ്റാണോ എന്നുള്ളൊരു അത് നമ്മളുടെ സ്വന്തം ജീവിതത്തിലാണെങ്കിൽ, നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും, ഈവൻ നമ്മളുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ ആരെങ്കിലും വീട്ടിലുള്ള മറ്റൊരു അംഗം നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം അച്ഛ ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മോളെ ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ അമ്മ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞാലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അയ്യോ അത് മോശമല്ലേ എന്നുള്ള രീതിയിൽ ഓക്കെ ഞാൻ ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ദെൻ നമുക്ക് എന്തെങ്കിലും കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവോ എന്നുള്ളൊരു ടെൻഷൻ, അത് ബേസിക്കലി കണക്റ്റഡ് ടു ദ പ്രൊഫഷണൽ ലൈഫ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിലൊക്കെ ഈ ഒരു
ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഈ ഒരു നോ എന്ന് പറയാ എന്ന് പറയുന്ന സ്കില്ലിന് ഒരു ഇമ്പോർട്ടൻസ്. സോ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്ന് ഞാൻ മാറി നിൽക്കുമോ എന്നുള്ള കാര്യം. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഒരുപാട് സെൽഫിഷ് ആയിട്ട്, അതായത് സ്വന്തം കാര്യത്തിൽ മാത്രം മുന്നോട്ട് ഫോക്കസ് ചെയ്ത് നടക്കുന്ന ആളുകൾ ആണിങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിനെ ധിക്കരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ധിക്കാരിയാണ് എന്നുള്ള രീതിയിൽ എന്താ പറയാ അത്തരത്തിലുള്ള ആളുകളാണ് ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ടാവാന്നുള്ളത്. അതെന്തൊരു രീതിയിലുള്ള ദേഷ്യമാണ് അല്ലെങ്കിൽ ദേഷ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് എന്നുള്ള രീതിയിൽ വേണമെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള കുറച്ച് പോയിന്റ്സ് കാരണമാണ് നമുക്ക് ആകെ മടി വരുന്നത് നോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഇവിടെ പങ്കുവെക്കാണ്. ഇത് എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഇത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് യൂണിയനിൽ മെമ്പർ ആയിരുന്നു. എൻ്റെ ഓൾസോ NSS വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മെമ്പറായിട്ട് തന്നെ. NSSന്റെ സെക്രട്ടറി കാര്യങ്ങളൊക്കെയാണ്. സോ ആ ഒരു സമയത്ത് എനിക്ക് ആളുകളായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പുതിയ പുതിയ പരിപാടികൾ കണ്ടക്ട് ചെയ്യാനൊക്കെ എനിക്ക് ഓക്കെയാണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും ഏറ്റെടുക്കാൻ എനിക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ പറയല്ലോ എന്താ പറയുക, ഏത് വശത്തു കൂടി പോകുന്ന വള്ളിയാണെങ്കിലും കാൽമ ചുറ്റും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പോകുന്ന വള്ളികളാണെങ്കിലും, അതായത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മളത് ഏറ്റെടുക്കും. അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഞാൻ. അങ്ങനെ കോളേജിൽ ആർട്സ് ഫെസ്റ്റ്, അതായത് നമ്മളുടെ മറ്റേ സോങ്സ്, ഡാൻസ്, അത്തരത്തിലുള്ള ആർട്ട് ഫെസ്റ്റ് വന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ഞാൻ മാത്രമായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടെങ്കിലും എന്തോ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. ആ സമയത്ത് തന്നെ എന്നോട് എൻ്റെ കോളേജിന്റെ യൂണിയനിലുള്ള ചെയർമാൻ ഇങ്ങനെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴും ഒരു മടിയും കൂടാതെ ഞാൻ പറഞ്ഞു ഓക്കെ ഏട്ടാ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ഈ ഒരു ആർട്സ് ഫെസ്റ്റിന്റെ ഡേ വന്ന സമയത്ത് എനിക്ക് സ്വയം ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള സമയമില്ല, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ബാക്കിയുള്ളവരുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തലയിൽ ഇരുന്നിട്ട് അതുമേലിരുന്ന് ചിന്തിച്ച് കൂട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സങ്കടം വന്നു, കരഞ്ഞു, വല്ലാണ്ട് കരഞ്ഞു. കാരണം മറ്റാരൊക്കെയോ ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാനായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉത്തരവാദിത്വം എവിടുന്നോ ഞാൻ ഏറ്റെടുത്തതായിരുന്നു. സോ ആ സമയത്ത് എനിക്ക് പറ്റൂല, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ എന്നെ പറ്റിയിട്ട് അവരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ മോശമായിട്ടാവൂലേ ഞാൻ അവരോടത് പറയുന്ന സമയത്ത് എന്നുള്ള ആ ഒരൊറ്റ ചിന്ത കാരണമാണ് എല്ലാ വള്ളികളും ഞാൻ ഏറ്റെടുത്തത്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും. ഇപ്പൊ ഒരു അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടേതായിട്ടുള്ള ജോബിന്റെ കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യാൻ വേണ്ടി. സോ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ബാക്കിയുള്ളവരുടെ ചെയ്യാനുള്ള കാര്യങ്ങൾ കൊണ്ട് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മറന്നു പോവുകയാണ്. അത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിൽ, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തിൽ, അതായത് നമ്മൾ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിൽ സെയിങ് നോ ഈസ് നോട്ട് കൈൻഡ് ഓഫ് എ സെൽഫിഷ്. ഇനിയിപ്പോൾ അങ്ങനെ സെൽഫിഷ് ആയിട്ടാണ് നമ്മൾ കരുതുന്നതെങ്കിൽ sometimes we need some kind of a selfish like ഓക്കെ, അതായത് നമുക്ക് സെൽഫ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം. ഇപ്പോൾ മെഡിറ്റേഷന്റെ സമയത്ത്, മെഡിറ്റേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യണത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താ മൈൻഡ് ഒന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ ബാഡ് തോട്ട്സ് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ തോട്ട്സിനെ പറ്റിയിട്ട് നമ്മൾ ചെയ്ത പ്രവർത്തികളെ പറ്റിയിട്ടൊന്നും കൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു നോ എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മടിച്ചു നിന്ന കാര്യം പോലെ. സോ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നോ എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷനിൽ, വേണ്ട പറ്റില്ല എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷന് പകരം മനഃപൂർവ്വം നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏറ്റെടുത്തവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റേസ് യുവർ ഹാൻഡ്സ്, അല്ലെങ്കിൽ ഉണ്ട് എന്നെന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വോയിസ് ഒന്ന് പറയോ? പല സാഹചര്യത്തിലും ഉണ്ടായിരുന്നു മാം. യെസ്, അതാണ്. അതായത് നമ്മള് എന്തോ നമുക്ക് എപ്പോഴും ഉള്ളൊരു തോട്ടാണ് ബാക്കിയുള്ളവർ എന്താ ചിന്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളത്. ഈ ഒരൊറ്റ മെയിൻ പോയിന്റിൽ നിന്നാണ് നമ്മളിങ്ങനെ അയ്യോ നോ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാം, അതെങ്ങനെ ശരിയാവാം, അവരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെ
ഇതാവുക എന്നുള്ള രീതിയിൽ നമ്മൾ തോട്ട്സ് പോകും. അത് പല സമയത്ത് നമ്മളെ ഫാമിലി, നമ്മുടെ സ്വന്തം ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്നും തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. റീസൺ എന്താന്ന് വെച്ചാൽ നമ്മളുടെ കൂടപ്പിറപ്പാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ഇനിയിപ്പോൾ അതല്ല ഭർത്താവാണ് ഭാര്യയാണ് ആരും ആയിക്കോട്ടെ, പക്ഷെ നമ്മളുടെ തലയിലേക്ക് ആകെ പോവാം നമ്മളിങ്ങനെ അവരെന്തെങ്കിലും നമ്മളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് നോ അല്ലെങ്കിൽ പറ്റൂല എന്ന് പറയുമ്പോൾ ലൈക്ക് അവളെന്ത് ധിക്കാരിയാണ് അല്ലെങ്കിൽ അവനെന്ത് ധിക്കാരിയാണ്, അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ, അവൻക്ക് അവന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് പറയുമോ എന്നുള്ളൊരു തോട്ട് പോകുന്നത് കൊണ്ടാണ്. ഇപ്പോ റീസെന്റ് എൻ്റെ ഒരു കൊളീഗിന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ആൾക്ക് അവരുടെ കരിയർ സ്വിച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കറന്റ് ആള് ലാംഗ്വേജ് ട്രെയിനർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ HR ഫീൽഡിലോട്ട് മാറണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു HR ഫീൽഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആള് ഇപ്പൊ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് റിസൈൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടില്, അതായത് ഭർത്താവിന്റെ വീട്ടിലുള്ള നാത്തൂൻ സിസ്റ്റർ ഇൻ ലോ അവർക്ക് എന്താ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ദുബായിൽ നിന്നും വന്നതാണ്. അപ്പൊ വീട്ടുകാരുടെ കണ്ണില് ഇവളുണ്ടല്ലോ ഇനി നോക്കാൻ എന്നുള്ള രീതിയിൽ ഇവളോട് എന്തോ സംസാരിച്ചു. ലൈക്ക് എടാ ഈ ഇനി കുറച്ചു കാലം വീട്ടിലുണ്ടാവൂലേ, പിന്നെ ഇപ്പൊ ഇവളെ നോക്കാനാണെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഹെൽപ്പിനായിട്ട് ഈ ഉണ്ടല്ലോ എന്നുള്ളത്. ആ സമയത്ത് ഇവള് പറ്റൂല, എനിക്ക് എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് അല്ലെങ്കിൽ എന്റെ പുതിയ കരിയറിലോട്ട് സ്വിച്ച് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം ഈ ഞാൻ പറഞ്ഞ റീസൺസ് കൊണ്ട്, അതായത് മറ്റുള്ളവരെന്താ വിചാരിക്കുക, ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യന്റെ വീട്ടുകാരാണെങ്കിൽ ഇവരെന്താ വിചാരിക്കുക, എന്നെ പറ്റിയിട്ട് ഇനി എന്തെങ്കിലും മോശമായിട്ടാവോ എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് അവള് ഞാൻ ചെയ്യാമെന്ന് പറയും. എന്നിട്ട് ആള് ഓഫീസിൽ വന്നിട്ട് പറയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രശ്നങ്ങൾ നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാണ്. അതിനുള്ള റീസൺ എന്താ, നോ എന്ന് പറഞ്ഞാൽ എന്താ വിചാരം, അല്ലെങ്കിൽ ഇതന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന, അതായത് നമ്മളെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് ഒരിക്കലും നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഒരിക്കലും ഒരാൾക്കും താല്പര്യമില്ല. രണ്ട് രീതിയിൽ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒന്നെങ്കിൽ ക്രിറ്റിസിസം ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നറിയാടാ ഇത് ചെയ്തത് ശരിയായില്ല എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. മറ്റു ചിലരാണെങ്കിൽ നമ്മളെ എന്തോ ഇഷ്ടമല്ലാത്തത് കൊണ്ട് പല കാരണങ്ങൾ ഉണ്ടാക്കി നമ്മൾ ചീത്ത വിളിക്കാറുണ്ട്. പക്ഷെ അത്തരത്തിൽ ഇവളെ കുറിച്ചിട്ടും എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ചിന്ത പോകുന്നത് കൊണ്ടാണ് അവൾ അവിടെ മടിച്ചു നിന്നത്. അതിപ്പോ നമ്മള് ഇപ്പോ ഇതിൽ ഒരുപാട് പേരുണ്ട്. എന്തായാലും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സമയത്തെങ്കിലും അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇത്തരത്തിലുള്ളൊരു എന്താ പറയാ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സിന് അവരവരുടെ പോർഷൻസ് തീർക്കാനുണ്ടാവും. സോ അവരവരുടെ ഇപ്പൊ എക്സാം ടൈം ഒക്കെ ആകുമ്പോൾ ഒരുപാട് പോർഷൻസ് തീർക്കാനും, സോ ആ ഒരു സമയത്ത് വേറൊരു ടീച്ചർ വന്നിട്ട് അല്ലെങ്കിൽ സർ നിങ്ങളുടെ ഈ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പീരീഡ് ഇപ്പൊ 7th BEd ഈ ഒരു പീരീഡ് എനിക്ക് തരും, ഒരുപാട് പോർഷൻസ് തീർക്കാണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ കാര്യം അവിടെ തീർക്കാനുണ്ട്. പക്ഷെ നമ്മളത് ചിന്തിക്കൂല. നമ്മളെന്താ ഓക്കെ ടീച്ചർ എടുത്തോ കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ടോ നമുക്ക് തീർക്കാനുള്ളതൊക്കെ കൂടി പെൻഡിങ് ആയിട്ട് ലാസ്റ്റ് ഓടിച്ചു വിടുന്ന ആ ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാവും. ഇനിയിപ്പോ വീടുകളിലാണെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പോലും. പക്ഷെ നമ്മൾ ഈ നോ എന്ന് പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മളുടെ ടോൺ, നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ. അതായത് ഒരാളോട് പറ്റൂല എന്ന് പറയുന്ന സമയത്ത് അവർക്കത് നമ്മൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു നോ എന്നുള്ള വർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മള് ഐ മിസ് യു എന്നുള്ളതിനെ, അതായത് അത്തരത്തിലുള്ള ഒരു വേർഡിനെ നമ്മൾ മലയാളത്തിൽ വേറെ ഒരു കവിത ആക്കിയിട്ട് പറയുന്നുണ്ട്, എനിക്കിപ്പോ കറക്റ്റ് ഓർമ്മ കിട്ടുക. അതേപോലെ തന്നെ ഈ ഒരു നോ എന്നുള്ള ഒരു വാക്കിനെ നമുക്ക് ഒന്നിൽ അധികം വാക്കുകളായിട്ട് ഒരു സെന്റൻസ് ആക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ടീച്ചർ ഇപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കും ഇത് ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അവർക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാവും. അതിന് പകരം നമ്മൾ ഒറ്റ രീതിക്ക് അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ നോ എന്ന് പറയുമ്പോഴാണ് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരുപാട് സ്കിൽസുകൾ പഠിപ്പിക്കുന്നുണ്ട്, ലൈഫ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് കാര്യങ്ങളൊക്കെ. നമ്മളുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ട ഒരുപാട് സ്കിൽസുകളുണ്ട്. ആ വ്യക്തി സമൂഹത്തിന്റെ മുമ്പിലോട്ട് ഇറങ്ങുമ്പോൾ, സൊസൈറ്റിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് വേണ്ട ഒരുപാട് സ്കിൽസുകളുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രസന്റേഷൻ സ്കില്ല്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ ഒരുപാട് സ്കില്ലുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കലുണ്ട്. അതിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് നമ്മൾ ഷെയർ ചെയ്യലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ അത് ഏതൊരു വ്യക്തിക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്കില്ലാണ് സെയിങ് നോ ഇൻ എ
പ്രോപ്പർ സിറ്റുവേഷൻ. അത് പറയാനുള്ള റീസൺ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ നമ്മളിലോട്ട് ഒതുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടേതല്ലാത്ത പല പ്രശ്നങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്നതും അവിടുത്തെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പറയുന്ന ഒരു വാക്കിൽ അല്ലെങ്കിൽ അതിന്റെ മറുപടിയിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നോ എന്ന് പറയാനുള്ള ഒരു സിറ്റുവേഷൻ, ഓക്കെ ഫൈൻ ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളായിട്ട് നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ സോ ഐ ജസ്റ്റ് കൺക്ലൂഡ് ദ വേർഡ്സ്. എനിക്കറിയില്ല അത് എത്രത്തോളം ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠവും ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന ഒരു പാഠമാണ്. നമുക്ക് വേണ്ട സിറ്റുവേഷനിൽ നമ്മളെ കുറിച്ച് നമുക്കേ അറിയും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിളിങ്സും എന്താന്ന് മറ്റുള്ളവരെക്കാളും നന്നായിട്ട് നമുക്കറിയാം. അത്തരത്തിലൊക്കെ ഉള്ള സിറ്റുവേഷൻസ് നമുക്ക് വരും, സ്വാഭാവികമാണ്, കാരണം നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൊക്കെ പലപ്പോഴും ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞാൽ എന്നെ പറ്റിയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാവും പോവുക, ഇനിയിപ്പോ ഞാനൊരു ധിക്കാരിയാണ്, ഞാനൊരു സെൽഫിഷ് ആണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന ആളാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ പറ്റി മറ്റുള്ളവർ ചിന്തിക്കുകയോ എന്ന് വിചാരിക്കുന്നതിന് പകരം ആ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നോ എന്നുള്ളത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മളുടെ ടോൺ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ റൂഡായിട്ടുള്ള ടൈപ്പ് ഓഫ് വോയിസിൽ വരുന്നത് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് മയത്തിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആരാണ്, ഇപ്പൊ മേ ബി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആരെങ്കിലും ആവാം, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളാവാം, ചിലപ്പോൾ പ്രായം ചെന്നവരാവാം, അല്ലെങ്കിൽ ചെറിയ മക്കളാകാം, ആരുമാകാം. അപ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി എങ്ങനെയുള്ളതാണ്, അവരുടെ പ്രായം എന്താണ്, അവരുടെ ബിഹേവിയർ എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ നോ എന്നുള്ളതിനെ സെന്റൻസ് ആക്കിയിട്ട് മോളെ എനിക്കിപ്പോ ചെയ്യാൻ പറ്റൂല, നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സോ ഞാനിത് കൺക്ലൂഡ് ചെയ്യാണ്. ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നിങ്ങളായിട്ട് പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്നതിന് പകരം അത് ഇത്തരത്തിൽ മറ്റുള്ളവർ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ആ വ്യക്തിനോട് തുറന്ന് പറയാം, ഇതും ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം എന്ന് ഞാൻ പറയുന്നത്, പക്ഷെ ഒരു ഹിന്റ് കൊടുക്കുന്ന രീതിയിൽ അവരോട് പറയാം, എനിക്ക് എന്റെ പോർഷൻസ് തീർക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഡ്യൂട്ടീസ് ചെയ്യാനുണ്ട്, സോ അതുകൊണ്ട് സാർ ഇത് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ പറയുന്ന സമയത്ത് പ്രായം നിങ്ങൾ നോക്കണം എന്ത് കാര്യത്തില്, ലൈക്ക് നമ്മളുടെ സൗണ്ട്സ് റൂഡാവുന്ന ആ സമയത്തൊക്കെ. പക്ഷെ ഇപ്പൊ നമ്മൾ ഓഫീസിൽ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യണം. നമ്മൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ പല രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഉള്ള പല ആളുകളുണ്ടാവും. മേ ബി നമ്മളുടെ ഹയറാർക്കി ടീംസ് ആവും, ലൈക്ക് മാനേജേഴ്സോ ടീം ലീഡേഴ്സോ അല്ലെങ്കിൽ വേറെ നമ്മളെക്കാട്ടും എക്സ്പീരിയൻസ് ഉള്ള ആളാവും. പക്ഷെ ആ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഒരു ബാഡ് ബിഹേവിയർ കിട്ടുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും നോക്കി നിൽക്കും? ഇല്ല. ചിലവർ അതിനെ സൈലന്റ് ആയിട്ട് നിൽക്കും, മറ്റു ചിലർ അതിനെ ഷൗട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യണത് എന്നുള്ള രീതിയിൽ ചോദിക്കും. സോ നമ്മൾ ഇതില് രണ്ടാമത്തെ പേഴ്സൺസ് ആയിട്ട് മാറാം, ഒരിക്കലും നമ്മൾ ഒന്നാമത്തെ പേഴ്സൺ ആയി മാറരുത്. അങ്ങനെ മാറുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയണേ, നോ എന്ന് പറയുന്ന ഇടത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് നോ എന്നുള്ള വേർഡ് തന്നെ പറയണം. ലൈക്ക് ആ ഒരു മീനിങ്ങോട് കൂടിയിട്ട് ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കും. ഒരിക്കലും നമ്മളായിട്ട് നമ്മളുടെ ലൈഫിലോട്ട് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. സോ താങ്ക് യു. ഐ തിങ്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ ഓഡിയബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഓഡിബിൾ ആണ് മാം, ക്ലിയർ ആണ്. സോ ജസ്റ്റ് ഐ കൺക്ലൂഡ് മൈ ടോപ്പിക്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്, നോ എന്ന് പറയാനുള്ളടത്ത് നമ്മൾ നോ തന്നെ പറയണം. ഒരിക്കലും മറ്റുള്ളവർ എന്താ വിചാരിക്കുക, എന്റെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമാവോ അല്ലെങ്കിൽ നമുക്കൊരു ഗിൽറ്റി ഫീൽഡ് ഉണ്ടാവോ എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ ഇതിനെ നോക്കിക്കാണരുത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. എനിക്കിങ്ങനെ ഓഫീസിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടിരുന്നത്. അവിടെ സേവിങ്സ് ബാങ്കിലായിരുന്നു. അപ്പോൾ ഒരു തവണ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ അങ്ങോട്ട് പോവണ്ട, അവിടെ ഭയങ്കര കുഴിയാ, അത് നികത്തിക്കൊണ്ട് വരാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് ചെന്നിട്ട് അത് ചെയ്യാൻ പറ്റില്ല, എന്തായാലും നമ്മളൊരു ഗ്യാങ് ഉണ്ടെങ്കിൽ, ഇപ്പൊ സേവിങ്സ് ബാങ്കിൽ ഒരു 5-6 പേരുണ്ട്, അപ്പൊ നമ്മളെല്ലാവരും ഒരേ മനസ്സായിട്ട് നിൽക്കുകയാണെങ്കിൽ ഏത് വലിയ കുഴിയും നമുക്ക് നികത്താൻ പറ്റില്ലേ എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു. എന്നിട്ട് ശരിക്കും അങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ചു.
അവിടെ ചെന്ന് ഇപ്പൊ എനിക്ക് ഏതായാലും ഭാഗ്യത്തിന് എന്റെ മനസ്സ് പോലെയുള്ള ആൾക്കാരാണ് ആ ഫീൽഡിലുണ്ടായിരുന്ന എല്ലാവരും. എന്നിട്ട് അതെല്ലാം ശരിയാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു അപ്രിസിയേഷൻ കിട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഇത് ചെയ്യാതിരുന്ന പരിപാടിയാണിത്, ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊരിത്. പക്ഷെ ഞങ്ങൾ അതിന് സ്ട്രഗിൾ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോ പറയണോ എന്നാണ് എൻ്റെ ചോദ്യം. നമുക്ക് ചെയ്യാൻ സാധിക്കില്ലാത്ത കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നോ പറയണം. നമ്മളിപ്പോ വിചാരിച്ചാൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം കൊണ്ട് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഓഫീസിൽ എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ടെന്ന് പറഞ്ഞാൽ വർക്ക് നമ്മള് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് സമയത്തിന് ചെല്ലണം, കറക്റ്റ് സമയത്തിന് പോകണം. കൂടുതൽ സമയമൊന്നും ഇരുന്ന് വർക്കൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മള് സ്റ്റഡി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്നു പറഞ്ഞില്ല കേട്ടോ. നോ പറയേണ്ട സ്ഥാനത്ത് നോ തന്നെ പറയണം. പക്ഷെ ചിലരുണ്ട് ഓഫീസിലെ വെറുതെ ലാലപാടി നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും ഒരു പ്രശ്നമില്ല, ഒരു ദിവസം പോലും ഒരു പ്രശ്നമില്ല. മറ്റുള്ളവർക്ക് ജോലി ചെയ്യുന്നവർക്ക് എന്ത് ജോലി തന്നെയാ. അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിരിക്കണത്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഹലോ. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ് ഫാത്തിമ മാം. ഹലോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു മാം. താങ്ക് യു. നോ പറയേണ്ട സ്ഥാനത്ത് നോ തന്നെ പറയണമെന്നും, കാരണം എന്ന് വെച്ചാൽ എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ മിക്ക സ്ഥലത്തും ഈ LIC, KSF അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ ഒരു ദിവസം ഈ LICക്ക് ചേരണമെന്ന് പറഞ്ഞ് ഒരു പാർട്ടി ഇവിടെ വന്ന്. അപ്പം ഞാൻ ഇങ്ങനെ അയ്യോ എനിക്ക് വേറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മാം ആ ഒരു ടോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പം ആ ഒരു ലെവലിൽ സംസാരിച്ച് അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തപ്പം ആൾക്ക് പിടികിട്ടി. അപ്പം നമ്മളെപ്പോഴായാലും നമ്മുടെ ജീവിതത്തിൽ നോ പറയേണ്ട അതേ സമയത്ത് ഞാനത് പറയാതിരുന്നെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം അവിടെ വരും. അവർക്ക് വേറൊരു പ്രശ്നവും, അവർക്ക് കമ്മീഷൻ കിട്ടിയാൽ മതിയല്ലേ. അപ്പം ഞാൻ ആ ഒരു സാഹചര്യം അനുസരിച്ച് അതിൻ്റെ ആ നോ പറഞ്ഞ എന്താണെന്നുള്ള ആ റീസൺ ക്ലിയർ ആക്കി കൊടുത്തപ്പം അതേ ആ ഒരു ടോണിൽ നമ്മൾ വളരെ നേരത്തെ പറഞ്ഞതുപോലെ റഫായിട്ട് റൂഡായിട്ട് പറയാതെ വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ശരി മാം ഓക്കെയാണ് എന്ന് പറഞ്ഞു പോവുക. ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു മാം. നല്ല ഈ നോ പറയേണ്ട സ്ഥാനത്ത് നോ തന്നെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ തന്നെ പേഴ്സണാലിറ്റിയെ അത് ബാധിക്കുകയും ചെയ്യും. നല്ല ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു മാം. കറക്റ്റ് ഒരു ടൈം മാനേജ്മെൻറ്റും കൂടെ മാം നിലനിർത്തിയതായിട്ട് തോന്നി. ഓക്കെ മാം, കൺഗ്രാജുലേഷൻ. താങ്ക് യു. അതാ ഞാൻ പറഞ്ഞത്, അതായത് നമ്മൾ പറയുന്നിടത്താണ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും ഇപ്പൊ അവരോട് നോ എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കാന്ന് നിൽക്കുകയാണ്, നമുക്ക് തന്നെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ സമയത്ത് നമ്മൾ ഓൾറെഡി ഞാൻ ഇങ്ങനെ ഒരു LICയിൽ ജോയിൻ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ നിങ്ങൾ എന്റെ സിറ്റുവേഷൻ മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. തൽക്കാലം ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ അവർക്കും ഈ കാര്യം മനസ്സിലാവും, നമുക്കും ഇത് പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ആശ്വസിക്കാം. നേരെ മറിച്ചിട്ട് നമ്മളിത് പറയാണ്ട് ഇതിൽ ജോയിൻ ചെയ്ത് വീണ്ടും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണം. അതായത് മേ ബി നമ്മൾ സേവിങ്സിൽ നിന്ന് വീണ്ടും ഒരുപാട് ഫണ്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. സോ ആ സമയത്ത് നമ്മളായിട്ട് നമുക്കുള്ള കുഴികൾ ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കിങ്ങനെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുത്തി വെക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറുപടി കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വേണം നമ്മൾ മറുപടി കൊടുക്കാൻ വേണ്ടി. അതായത് പറയുന്നത് നമുക്കും കേൾക്കുന്ന ആ വ്യക്തിക്കും പറഞ്ഞത് എന്താണ് അല്ലെങ്കിൽ കേട്ടത് എന്താണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ നോ എന്നുള്ള ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാം. അതെ മാം, മിക്കവരും നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു സംഭാഷണത്തിൽ നമ്മൾ അറിയാതെ വീണു പോവും. അപ്പം അതും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടും പോകണം.
അതുപോലെ തന്നെ ഈ നോ പറയേണ്ട ഇപ്പം കുട്ടികളാണ്. ഇപ്പം മൊബൈലെടുത്ത് പ്രശ്നം ഉണ്ടാക്കി. അപ്പം ആ നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു റൂഡ് ബിഹേവിയർ ചിലപ്പോൾ നമുക്ക് വരും. അപ്പം ആ നോ വേറെ ഒരു ലെവല് ആണ് അല്ലേ മാം? മക്കളെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം വരുന്ന സംഭവമാണ് ദേഷ്യം. പക്ഷെ ചില സമയത്ത് മക്കളായിട്ട് ഇപ്പൊ മെയിൻലി നമ്മൾ ഫോണിന്റെ കേസ് അറിയാലോ. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൊക്കെ ആണെങ്കിൽ അവരുടെ കൂടെ നിന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഗെയിം കളിക്കാന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിള്ളേരാകുമ്പോ പിള്ളേരുടെ ആ ടോണിലോട്ട് നമ്മൾ പോയിട്ട് വേണം സംസാരിക്കാൻ പറ്റും. ഒരിക്കലും നമ്മൾ പിള്ളേരോട് സംസാരിക്കുന്ന രീതിയിൽ നമ്മളുടെ കമ്പനീന്റെ ഓഫീസറിനോട് അല്ലെങ്കിൽ മാനേജറിനോട് സംസാരിക്കില്ല. സോ അതുകൊണ്ട് അതായത് ലൈക്ക് ഒറ്റയടിക്ക് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങുമ്പോൾ അവർക്കൊരു അഗ്രസീവ് ബിഹേവിയർ ആണ് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുക. കാരണം എന്താ വെച്ചാൽ അമ്മ എന്തിനപ്പോ ഇത് ചെയ്തത്, അല്ലെങ്കിൽ അച്ഛൻ എന്തിനപ്പോ ഇത് ചെയ്തത് എന്നുള്ളത് ചെറുപ്രായത്തിലേ അതിങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും വീണ്ടും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അതിന് പകരം നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് മോളെ പിന്നെ 20 minutes ആയില്ലേ അമ്മ ഫോൺ തന്നിട്ട്, ഇനി അമ്മ ഫോൺ വാങ്ങി വെക്കുക, നമുക്ക് വേറെ എന്തെങ്കിലും ലൈക്ക് ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടീസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോവാനില്ല ഇങ്ങോട്ട് പോവാനില്ല ബീച്ചിലോട്ടില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ മൈൻഡിനെ മാറ്റിയിട്ട് നൈസായിട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ ഈ പ്രശ്നമില്ല. നേരെ പക്ഷെ നമ്മൾ നേരിട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ അത് വളരെ വലിയൊരു പ്രശ്നമാണ്. കരച്ചിലായി ബീച്ചിലായി ആകെ പ്രശ്നമായി. ഓക്കെ മാം, നല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ നോ ഒരു അത്യാവശ്യമായ ഒരു കാര്യമാണ് മാം. കൺഗ്രാജുലേഷൻ ചെയ്യും മാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ് മാഡം. ഹാപ്പി മോർണിംഗ്. അപ്പൊ മുന്നേ ഒരു ക്ലാസ്സിൽ ഇത് നോ പറയുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോ അത് മേഡം അല്ല വേറൊരു ക്ലാസ്സില് വേറെ ആരോ. അപ്പൊ അത് എങ്ങനെ പറയണം, അത് നോ പറയുന്നത് എങ്ങനെ പറയണം എന്നുള്ളതാണ് ഇപ്പൊ അത് നല്ല രീതിയിൽ വ്യക്തമാക്കിയത് ഇപ്പം മേഡം. അപ്പൊ എന്താ പറയണ്ടേ, അതും ഒരു പ്രധാന ഘടകമാണ്, നോ എങ്ങനെ പറയണം. അപ്പോ എന്താ പറയണ്ടേ, അത് റീസൺസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. അത് എന്താ പറയണ്ട അവർക്ക് നല്ല ബോധ്യമാവും, അത് നോർമലായിട്ട് അവരുടെ കാര്യങ്ങൾ ശരിയാവും. അപ്പം എന്താ പറയണ്ട സ്നേഹത്തോടെ സ്മൂത്ത് ആയിട്ട് പറയണം. അപ്പോൾ അതും ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ എന്താ പറയണ്ട എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ആ കാര്യങ്ങൾ റീസൺസ് വേണം, കുറച്ച് സ്നേഹത്തോടെ വേണം, സ്മൂത്തായിട്ട് കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ അവർക്ക് അത് ഇതിലേക്ക് ചില കാര്യങ്ങളിൽ കുറച്ചൊരു വെറുപ്പ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ചിലപ്പം വരും ഓൾറെഡി നമ്മൾ പറയുന്ന ശൈലി ഉപയോഗിച്ചിട്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയി അങ്ങനെ നല്ല എന്താ പറയണ്ടേ കൂടുതൽ ഡെവലപ്മെന്റ് ആവട്ടെ. എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ഓണം ഒക്കെയാണ്. എന്നാലും നമ്മളുടെ കോമളവരി മാം ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫാത്തിമ മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടാ. ഇന്നലെ പെട്ടെന്നായിരുന്നു മാം ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്ത്, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു മെസ്സേജ് തന്നെയാണ്, നമ്മുടെ ലൈഫില് പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. പറയേണ്ട സ്ഥലങ്ങളില് നോ പറയാതിരിക്കുന്നോണ്ടുള്ള പ്രശ്നങ്ങള്, പ്രോബ്ലംസ് ഞാനും കുറെ അനുഭവിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു റിമൈൻഡർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം മാം. സജിന മാം, ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നു മേഡം. അതെ, ഞാനാണോ? തീർച്ചയായിട്ടും. അതല്ല, ഓരോരോ ടോപ്പിക്ക് ഓരോ ഡെവലപ്മെന്റ് നമ്മളിപ്പോ കേൾക്കാൻ രാവിലെ നല്ല ഓരോ സുഖങ്ങള്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പം എന്താ പറയുക, ഇനിയും വരണം ഓരോരോ പുതിയ കാര്യങ്ങൾ നല്ല ഇതേപോലെ ഡെവലപ്മെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവം. തീർച്ചയായിട്ടും. അതുപോലെ മാമിന്റെ സൗണ്ടിന് ഒരു പ്രത്യേക ഒരു ഫ്ലോ ഉണ്ടായിരുന്നു. കാച്ചിങ് ആണ്, സൗണ്ട് കാച്ചിങ് ആണ്. അതെന്താ വെച്ചാൽ ഞാൻ ഇപ്പോ 2 years ആയിട്ട് ഇതേ ഫീൽഡിൽ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ലേ. ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവുമല്ലോ. ഒരു ബ്രേക്ക് ഇല്ല, നല്ലൊരു ഫ്ലോയും നല്ല സൗണ്ട്. താങ്ക് യു. രാവിലെ തന്നെ ഫുൾ പോസിറ്റീവാണ്, ഹാപ്പിയാണ്. അങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കുന്നവരെ നമ്മൾ സന്തോഷിപ്പിക്കണ്ടേ. അപ്പം അതേപോലെ
പറയണ്ട ഓരോരോ കാര്യങ്ങൾ. രാവിലെ കുറച്ച് കാര്യങ്ങൾ സമയമുണ്ട്, എന്തെങ്കിലും ഇങ്ങനെ രസങ്ങൾ പറയാം, കുറച്ച് മനസ്സിനെ സന്തോഷാക്കാം. അപ്പം രസങ്ങളല്ല, കുറച്ച് സീരിയസും എല്ലാം കൂടി മിക്സ് ആയിട്ട്. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക് ആയിട്ട് വായോ. ഡെഫിനറ്റ്ലി. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച് ഓൾ. ഓക്കെ, സ്നേഹം, സന്തോഷം, ശുഭദിനം. കുറച്ച് താങ്ക് യു ആഘോഷിക്കാൻ, മാം. സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്കൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ എന്ന് പറയണ്ട ഏറ്റവും കൂടുതൽ. നമ്മൾ സന്തോഷിക്കുമ്പോൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ എന്താ പറയണ്ട സന്തോഷം കിട്ടേണ്ടത്. അവരാണ് അങ്ങനെ വളർന്ന് വരേണ്ടത്. അപ്പൊ അതും കൂടി നമ്മൾ കാര്യങ്ങൾ നോക്കണം. താങ്ക് യു.